ഒരു സ്ത്രീ എപ്പോഴാണ് പൂർണ്ണ അർത്ഥത്തിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാനാകുക? തീർച്ചയായും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുമ്പോഴാണ്. അധ്വാനിക്കുകയും വരുമാനം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ പണം ചെലവഴിക്കണം, ഇതേപ്പറ്റി നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? വിമൻ എൻ്റർപ്രണർഷിപ്പ്, വിമൻ ലീഡർഷിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകുന്ന ഇക്കാലഘട്ടത്തിൽ സ്ത്രീകളെ എങ്ങനെ സാമ്പത്തികമായി ശാക്തീകരിക്കണം എന്ന വലിയ ദൗത്യവുമായി മുന്നോട്ട് വന്ന വ്യക്തിയാണ് നിസരി മഹേഷ്. ഹെയർ മണി ടോക്സ് എന്ന തൻ്റെ പ്രസ്ഥാനത്തിലൂടെ നിസരി മഹേഷ് മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം എന്ന വലിയൊരു ദൗത്യമാണ്. 2019 തുടക്കം കുറിച്ച ഹെയർ മണി ടോക്സിലൂടെ ഇതിനോടകം 10,000-കണക്കിന് സ്ത്രീകളെയാണ് നിസരി സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം ഹെയർ മണി ടോക്സ് CEO ആൻഡ് ഫൗണ്ടർ നിസരി മഹേഷിനെയും നിസരി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെയും. വിമൺ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് വനിതകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സംരംഭത്തെ പരിചയപ്പെടുന്നത്. ഹെയർ മണി ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? നിങ്ങൾ പറഞ്ഞതുപോലെ വിമൻ എംപവർമെൻറ്റ് എന്നുള്ളത് ഇന്നൊരു ബസ് വേർഡാണ്. എല്ലായിടത്തും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും എല്ലാവരും എപ്പോഴും ജോലിയിൽ പ്രവേശിക്കുക, അപ്സ്കില്ല് ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ്, ഈ ഒരു മേഖലകളിലേക്ക് മാത്രം ഇത് ഒതുങ്ങിക്കൂടുക. വിമൻ ഓൺട്രപ്രീനർഷിപ്പ് എന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്ത്രീകൾക്ക് ആ ബിസിനസ് നന്നായി നടത്തിക്കൊണ്ട് പറ്റാനായിട്ട് അവരെ എങ്ങനെ ശാക്തീകരിക്കണമെന്ന് മാത്രം നമ്മൾ പറയുന്നില്ല. സോ അതുകൊണ്ടാണ് കാര്യം, നമ്മൾ എത്രത്തോളം എംപവേർഡ് ആയാലും, എത്രത്തോളം ഫ്രീഡം ഉണ്ടെങ്കിലും കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ ആ പൈസ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അത് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരിക്കലും എംപവേർഡ് ആയി എന്ന് നമുക്ക് സ്വയം പറയാൻ പറ്റില്ല. നമ്മൾ ഒരു നല്ല മണി മാനേജർ ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ എംപവർമെൻ്റ് എന്ന് ഞാൻ പറയുന്നത്. സാധാരണ നമ്മുടെ വീടുകളിൽ കാണുകയാണെങ്കിൽ സ്ത്രീകളായിരിക്കും ബഡ്ജറ്റിങ്ങും വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് അവർ വളരെ മിടുക്കരാണ്. സ്ത്രീകൾ വളരെ കെയർഫുൾ ആയിട്ടേ അവരൊരു എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ വീട്ടിലെടുക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ, വെൻ ഇറ്റ് കംസ് ടു ബിഗർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, അവിടെ എപ്പോഴും സ്ത്രീകൾ ഒരു ബാക്ക് സ്റ്റെപ്പ് എടുക്കും. എവിടെയോ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. നമ്മളെപ്പോഴും ഓർക്കും നമ്മുടെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം ബെറ്റർ ഡിസിഷൻ മേക്കർ എപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പോരായ്മ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മണി മാനേജ് ചെയ്യാനായിട്ട് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്തോളം കാലം എപ്പോഴും നമ്മൾ ഉള്ളു വലിഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മൾ ട്രൂലി എംപവേർഡ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കോൺസെപ്റ്റാണ് ഹെയർ മണി ടോക്സിനുള്ളത്. സോ ഹെയർ മണി ടോക്സ് എന്താന്ന് പറഞ്ഞാൽ, വി ആർ എ ഫൈനാൻഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ വിമൻ. മണി മാനേജ്മെൻറ്റിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ധാരാളം വർക്ക്ഷോപ്സും സെമിനാർസും ഈവൻസും കേരളത്തിലല്ല ഇന്ത്യയിലുടനീളം നടത്തുന്നുണ്ട്. പിന്നെ നമ്മളുടേതായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കൂടുതൽ പഠിക്കണം, ലൈക്ക് ടു ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം അതർ വിമൻ, ആ ഒരു സിസ്റ്റർഹുഡിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ വരാനായിട്ടും കൂടുതലും ഞങ്ങളുടെ സഹായങ്ങളും അങ്ങനെ ഒരു സഹകരിച്ച് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. സോ അതാണ് ഹെർ മണി ടോക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇറ്റ്സ് കോൾഡ് ഹെർ മണി ടോക്സ്, വിച്ച് മീൻസ് ഹെർ മണി ഈസ് ടോക്കിംഗ്. That's the voice of the empowered women. So that's the concept all about. ഏത് വർഷം മുതലാണ് ഈ ഒരു ആശയവുമായി നിസരി മുന്നോട്ട് വന്നത്? നമ്മൾ 2019 സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ഞാൻ ബാങ്കിങ് മേഖലയിലായിരുന്നു. അവിടെ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ധാരാളം സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. മിക്കവാറും ബാങ്കിൽ ഒരു ലോൺ എടുക്കുമ്പോഴത്തേക്കും ലോണിൻ്റെ പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കുക മാത്രമായിരിക്കും. പക്ഷേ അത് ലോൺ എമൗണ്ട് എത്രയാണ്, അത് തിരിച്ചടയ്ക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതൊക്കെ അറിയാത്തവരുണ്ട്. പിന്നെ ഞാൻ പലരെയും കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പം ഒരു അടുത്തുള്ള ഒരു LIC ഏജൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും പറയണം ഈ പ്രോഡക്റ്റ് മേടിച്ചോ, ഇത് നന്നായിരിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്ന് പോലും നോക്കാതെ നമ്മൾ പോയി മേടിക്കുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ കഥകളുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. കുറേ പേരുടെ കഥകളൊക്കെ കൂട്ടി വെച്ചിട്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോഴാണ് 2019 നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് കേട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹെയർ മണി ടോക്സ് തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ഈ 6 വർഷത്തെ ഒരു യാത്രയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രമാത്രം സാറ്റിസ്ഫൈങ് ആണ് ഈ ജേർണി?
വളരെ സാറ്റിസ്ഫൈയിങ് ആണ്. ഞാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് ഒരു ബ്ലോഗോ അല്ലെങ്കിൽ ഒരു പോർട്ടലോ പോലെ കുറച്ച് നോളജ് ഷെയർ ചെയ്യുക, അത് വായിച്ച ആൾക്കാർക്ക് ഉപകാരമാകട്ടെ, നോളജും എഡ്യൂക്കേറ്റീവ് വീഡിയോസും ഒക്കെ ഇടാമെന്ന് മാത്രമാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മളത് തുടങ്ങിയപ്പോൾ മനസ്സിലായി സ്ത്രീകൾ ഇത് വന്ന് വായിക്കുന്നില്ല എന്നുള്ളത്. കാരണം നമ്മുടെ സമൂഹത്തിലെ ഒരു ധാരണ എപ്പോഴും ആണുങ്ങളാണ് പണം കൈകാര്യം ചെയ്യുന്നത്, അത് നമ്മളുടെ ഡ്യൂട്ടി അല്ല. എപ്പോഴും ഹൗസ് ഹോൾഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം സ്ത്രീകളുടെ മേഖലയും ബാക്കി ആണുങ്ങളുടെ ജോലിയാണെന്നൊരു ധാരണയുണ്ട് പൊതുവെ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പോർട്ടലായിട്ട് തുടങ്ങിയപ്പോൾ ആരും വന്ന് വായിച്ചില്ല. അപ്പോഴാണ് നമ്മൾ ഓർത്തത് നമുക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, സ്ത്രീകളോട് സംസാരിക്കണം, എന്തുകൊണ്ടാണ് അവർക്കിതിൽ താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഇതൊക്കെ അറിയണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഞങ്ങൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്സ്, കോർപ്പറേറ്റ് ഹൗസസിൽ നമ്മൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും. ഇറ്റ്സ് ഒരു ഓപ്പൺ ഫോറം, ഒരു ടേബിളിന് ചുറ്റും ഒരു 10-15 പേര് ഇരുന്നിട്ട് എന്തൊക്കെയാണ് അവർ സംസാരിക്കും ഓപ്പണായിട്ട്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി അറിയാൻ സാധിച്ചു എന്താണ് സ്ത്രീകൾ, എന്തുകൊണ്ടാണ് അവർ മുമ്പോട്ട് വരാത്തത്, വാട്ട് ആർ ദ ചാലഞ്ചസ് ദേ ആർ ഫേസിങ്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെ സംസാരിച്ചാലാണ് അവർക്കത് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കോണ്ടന്റ് അതനുസരിച്ച് ട്വീക്ക് ചെയ്ത് ആളുകളോട് സംസാരിച്ച് തുടങ്ങിയപ്പം ഒരുപാട് പേര് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ ലൈഫിൽ വന്ന ചേഞ്ചസ്. ലൈഫിൽ വന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളല്ല, പക്ഷെ ചെറിയൊരു സ്റ്റെപ്പ്. അതായത് എൻ്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ഇന്നൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ പേരിൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ മുമ്പോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് നടത്തിയിട്ട് ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്തവർ ചിലപ്പോൾ ഒരു ചെറിയൊരു ഗൈഡൻസോടുകൂടി കൂടുതൽ കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരുപാട് പേരുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. സോ അത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. നമ്മൾ 6 വർഷത്തിനിടെ നമ്മളൊരു 3000 കൂടുതൽ പ്രോഗ്രാംസ് പാൻ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുമ്പം സാമ്പത്തികം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ ഹാള് നിറച്ച ആളെ കാണുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നും. കാര്യം ഇത്രയധികം സ്ത്രീകൾ ഇതറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴും കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. സാമ്പത്തിക സുരക്ഷിതത്വത്തെ മുൻനിർത്തി ഗ്രാമീണ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും എംപവർ ചെയ്യുന്നതിനുമായിട്ട് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടോ? അതോ ഇതിനോടകം അത്തരത്തിലുള്ള ഏതെങ്കിലും പദ്ധതികൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ കൂടുതലായിട്ടും അർബൻ വിമൻ്റെ അടുത്തല്ല, അത് വർക്കിംഗ് ക്ലാസ് വിമൻ്റെ അടുത്താണ് കൂടുതലും ഞങ്ങളുടെ പ്രവർത്തികളുള്ളത്. പക്ഷെ ഗ്രാമീണ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ കുടുംബശ്രീ ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. ലോകത്തെവിടെയും ഇല്ലാത്തൊരു മോഡലാണ് കേരളത്തിലെ കുടുംബശ്രീ. പക്ഷെ അതിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, നമ്മൾ ഏൺ ചെയ്യാൻ, എങ്ങനെ വർക്ക് ചെയ്യാം, ഏൺ ചെയ്യാം എന്നതിന് നമ്മളെ സ്കിൽ ചെയ്യുന്നുണ്ട് സ്ത്രീകളെ. അതേസമയം ധാരാളം ലോൺ സ്കീംസും ക്രെഡിറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പക്ഷെ ഒരു സേവിങ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിലേക്ക് നമുക്ക് വി കോൾ ഇറ്റ് മേക്കിംഗ് യുവർ മണി വർക്ക് ഫോർ യു. ആ ഒരു രീതിയിൽ പണം എങ്ങനെ നമ്മുടെ ഭാവിയിലേക്ക് മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഭാവി സുരക്ഷിതമാക്കാം എന്ന രീതിയിലൊരു അവയർനെസ് പൊതുവെ കണ്ടുവരുന്നില്ല. ഏത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കുടുംബശ്രീ മാത്രമല്ല, ഏത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എടുത്തു നോക്കുവാണെങ്കിൽ സ്വയം തൊഴിൽ അല്ലെങ്കിൽ എപ്പോഴും ഏൺ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെയുണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്ന് മാത്രം ആരും പറയണില്ല. അപ്പോൾ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യണമെന്നും അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ പ്രവർത്തികൾ ചെയ്യണമെന്നും വളരെയധികം ആഗ്രഹമുണ്ട്. കാര്യം ഞാൻ മനസ്സിലാക്കിയത്തോളം കാലം അവയർനെസ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന്. കാര്യം നമ്മൾ അവെയർ അല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ എത്ര വരുമാനം ഉണ്ട്, അതിൽ എത്ര സ്പെൻഡ് ചെയ്യണം, എത്ര സേവ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ആ മേഖലയിലേക്ക് ഞങ്ങൾ കുറച്ച് പുതിയ പരിപാടികളുമായിട്ട് വരുന്നുണ്ട്. ഈ വർഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള ആശയം യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതല്ലേ? വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ എന്തിന് പണം സമ്പാദിക്കണം, അത് ഏതെല്ലാം രീതിയിൽ സേവ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് അത് സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കേണ്ടതല്ലേ? ഞാൻ പറയുകയാണ്, ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് എ ലൈഫ് സ്കിൽ.
അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യം നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പണമില്ലാതെ നമുക്കിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് സ്കില്ലാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇമോഷൻസ് മാനേജിങ് യുവർ ഇമോഷൻസ് ഇത് രണ്ടും ലൈഫ് സ്കില്ലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കരിക്കുലത്തിൽ ഇതില്ല. നമ്മളെപ്പോഴും നമ്മുടെ കരിക്കുലത്തിൽ പണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയും വി ഓൾ ആർ ടോട്ട് ടു ചേസ് മണി. ഈ കോഴ്സ് ചെയ്താൽ ഇത്ര ജോലി കിട്ടും, ഇത്ര ശമ്പളം കിട്ടും, ഇങ്ങനെയാണ് നമ്മൾ പറയണത്. അപ്പം അതെപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ്നെസ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു ഗ്രീഡാണ് നമ്മളിൽ ഫോം ചെയ്യണത്. അതായത് എനിക്ക് നല്ല ജോലി കിട്ടണം, ഐ വാണ്ട് ദിസ് പാക്കേജ്. ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ യൂത്തിനെ ഗ്രൂം ചെയ്യണത്. പക്ഷെ ശരിക്കും ആവശ്യം എന്താന്ന് വെച്ചാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ വളരെ ചെറിയ ക്ലാസ് മുതൽ മേ ബി ഒരു 5th സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഈവൻ അതിന് മുന്നേ തന്നെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സേവ് ചെയ്യുക. ഇപ്പം ഇന്നത്തെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ടെക്നോളജിയോട് കൂടെ ബാങ്കിങ് മേഖലയിൽ ഒരു ഡിസ്ട്രപ്റ്റീവ് ചേഞ്ചാണ് നടക്കുന്നത്. ലൈക്ക് കാർഡ്ലെസ്, UPI, പിന്നെ ഓരോ ടെക്നോളജി ഇതെല്ലാം എന്നും മാറിക്കൊണ്ടിരിക്കുക, വേരിയസ് ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ്. അപ്പം പലർക്കും ഈ ഒരു ലിറ്ററസി ഇല്ലാതെ നമ്മളൊരു ഏജിൽ വന്നിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫീൽഡിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ പലർക്കും ഇന്നും അറിയില്ല ശരി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന സ്കീംസ്, എന്താണ് വിശ്വസിക്കാൻ പറ്റാത്ത സ്കീംസ്, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്, ബാങ്കിൽ പോയാൽ ഏതൊക്കെ സർവീസസ് എങ്ങനെയൊക്കെ അവൈൽ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ധാരാളം ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്. പക്ഷെ പലർക്കും അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല, പലർക്കും അറിയില്ല ഇങ്ങനെ ഗവൺമെൻറ് സ്കീംസ് ഉണ്ടെന്ന്. സോ ഈ ഒരു അവയർനെസ് ശരിക്കും സ്കൂൾ മുതലേ കൊടുത്തു വന്നാൽ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദ സൊസൈറ്റി. ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല ആക്ച്വലി. ഹെയർ മണി ടോക്സിലൂടെ ഒരു സംരംഭക എന്നുള്ള നിലയിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള നിലയിലും വലിയൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ് നിസരി. എന്താണ് ഇനി ഹെയർ മണി ടോക്സിൻ്റെ ഒരു ഫർദർ എക്സ്പാൻഷൻ പ്ലാൻസ് എന്ന് പറയുന്നത്? എനിക്ക് എല്ലാ ഇവൻറ്റും സന്തോഷമുള്ള ഇവൻ്റാണ് കേട്ടോ. കാര്യം ഓരോ പരിപാടി നമ്മൾ നടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സെഷൻ കഴിയുമ്പം നമ്മളത് കഴിഞ്ഞിട്ടൊരു 1-on-1 ഇൻട്രാക്ഷൻ വെക്കും. അല്ലെങ്കിൽ നമ്മൾ അതിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു പരിപാടി നടത്തി 100 പേരെ പരിപാടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 25 പേർക്ക് അല്ലെങ്കിൽ ഒരു 20 പേർക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ അഡ്വൈസ് ആവശ്യമുണ്ട്. അപ്പം അത് ഓരോന്നും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് അവർക്ക് ഞങ്ങളായിട്ട് പേഴ്സണലായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല സ്റ്റോറീസാണ് വരുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത് ഇത് ഓരോ സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോഴും അവർക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഞാൻ എടുത്തൊരു കഥയും പറയുന്നില്ല, കാര്യം ഓരോന്നും ഭയങ്കര വ്യത്യസ്തമായ സ്റ്റോറീസാണ്. ഇപ്പം ഫാമിലിയിൽ ഡിവോഴ്സസ് നടന്നു കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് ആ പണമിടപാടുകൾ എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സ്ത്രീകളുണ്ട്. ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പൈസ അവർക്ക് ശരിയായ രീതിയിൽ സ്വന്തം കുടുംബത്തിൽ നിന്നൊന്നും കിട്ടാതെ ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ട്. പല ഫൈനാൻഷ്യൽ സ്കാംസിൽ ചെന്ന് പെട്ടിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ, കാര്യം വീട്ടിൽ പറഞ്ഞാൽ വഴക്ക് പറയും. പിന്നെ ഒരു കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടാതെ എങ്ങനെ ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. പിന്നെ കടക്കെണികളിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ലോൺ എടുക്കാം, പെട്ടെന്ന് ചിലപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. ഭാര്യമാർക്ക് ഈ ലോണിനെ കുറിച്ച് അറിയില്ല. പെട്ടെന്ന് അവർക്ക് ആ ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുമ്പം ഒരു ചെറിയ സന്തോഷം അവർക്ക് കാണുന്നത്. ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് പറയാനായിട്ട്. 3000-ഓളം പരിശീലന പരിപാടികളിലൂടെ 10,000-ലേറെ സ്ത്രീകൾക്ക് സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ ക്ലാസുകൾ നൽകി കഴിഞ്ഞു. ഹെയർ മണി ടോക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു നിമിഷത്തിലാണ് ഇപ്പോൾ നിസരി നിൽക്കുന്നത്. എന്താണ് ഹെയർ മണി ടോക്സിൻ്റെ ഫർദർ എക്സ്പാൻഷൻ പ്ലാൻസ്? ഭാവി പദ്ധതികൾ എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്? ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ 50% ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ആർ വിമൻ. അതായത് ഒരു രാജ്യത്തിൻ്റെ 50% നമ്മൾ സ്ത്രീകളാണ്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി റേറ്റ് ഓഫ് വിമൻ ഇസ് ഓൺലി 20%. വിമൻ ഹു ആർ ഇൻഡിപെൻഡൻ്റ്ലി ഇൻവെസ്റ്റിംഗ് ഫോർ ദംസെൽസ് ഇസ് ഓൾസോ ലെസ് ദാൻ 20%. അങ്ങനെ നോക്കിയാൽ ഒരുപാട് പോകാനായിട്ടുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്.
ഞങ്ങളുടെ പരിപാടികൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരണം. ഒരു ഡ്രീം പ്രോജക്റ്റ് എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ വോണ്ടഡ് ടു ഗോ ഫോർ ആൻ ഓൾ ഇന്ത്യ റോഡ് ഷോ എല്ലാ സ്റ്റേറ്റിലും. കാര്യം ഇന്ത്യ ഇത്രയധികം ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ ഓരോ വ്യത്യാസമുണ്ട്. ഈവൻ കേരളത്തിൽ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റുകളിലൂടെ പോകുമ്പോൾ നമ്മൾ ആ കൾച്ചറൽ ഡിഫറൻസസ്, ആറ്റിറ്റ്യൂഡ്, കൾച്ചർ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഞാൻ എൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് ഒരു 10-12 സ്റ്റേറ്റിൽ നമ്മൾ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അവിടെയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് കണ്ടപ്പോൾ തന്നെ അത് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. അപ്പോൾ ഒരു പ്രോജക്റ്റ്, ഡ്രീം പ്രോജക്റ്റ് എനിക്കുള്ളത് ഒരു ഓൾ ഇന്ത്യ റോഡ് ഷോ എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് പരിപാടി ചെയ്തിട്ട് ഒരു ഇവൻറ്റ് നടത്തി അവിടെയുള്ള സ്ത്രീകളുമായിട്ട് കൂടുതൽ സംസാരിച്ച് എന്തെങ്കിലും രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടുതൽ അറിയാനും ആ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഞങ്ങളുടെ ഭാവിയിലേക്കുള്ളത്. പിന്നെ ഒരു 2030 ആകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് റീച്ച് ഔട്ട് ടു 10 മില്യൺ വിമൻ ആൻഡ് ഫാമിലീസ് ഐ വുഡ് സേ. കാര്യം സ്ത്രീകളിലൂടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതം അല്ലെങ്കിൽ ഭദ്രതയാണ് നമ്മൾ എയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 മില്യൺ ഫാമിലീസ് ഓർ വിമൻ അവരെ എംപവർ ചെയ്യുക എന്നുള്ളതും ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഞങ്ങൾക്ക്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി ഏതൊരു സ്ത്രീയും പിന്തുടരേണ്ട 3 സാമ്പത്തിക നിയമങ്ങൾ, അത് നിസരിയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്? ആദ്യത്തെ കാര്യം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് കുറച്ച് ഇതിനെക്കുറിച്ച് അറിയാനും വായിച്ച് മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഓപ്പണായിട്ട് ഡിസ്കഷൻസ് ഉണ്ടാവുക. ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും പേരൻസിൻ്റെ അടുത്താണെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കുക. മൂന്നാമത്തെ കാര്യം, ഇതുവരെ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ആ ഡെസിഷൻ എടുത്തിട്ട് ടേക്ക് ദാറ്റ് സ്മോൾ സ്റ്റെപ്പ് ഫോർ യുവർ സെൽഫ്. ജനറലായിട്ട് ഞാൻ ഓരോ അഡ്വൈസും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഒരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവാം. അങ്ങനെയൊന്നുമില്ല, ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ്, നമ്മൾ ഏൺ ചെയ്യണം. അത് നിങ്ങളിപ്പം മടി പിടിച്ചിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നാളെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ മുമ്പോട്ട് വരിക, ഏൺ ചെയ്യാൻ തുടങ്ങുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുടുംബത്തിൽ ആവശ്യത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കുക. കാര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ പൈസ നമ്മൾ വിചാരിക്കാതെ ഡ്രെയിനായി പോകുന്ന കാര്യം മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണോ, കുടുംബത്തിൽ നമുക്ക് ആവശ്യത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുക. ഒരു ചെറിയ സ്റ്റെപ്പ് ഇന്ന് തന്നെ തുടങ്ങുക. ഇത് 3 എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട്. താങ്ക് യു സോ മച്ച് നിസരി. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തെ മുൻനിർത്തി ഇത്രയേറെ കാര്യങ്ങൾ പ്രോഫിറ്റിൻ്റെ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് ഹെയർ മണി ടോക്സിൻ്റെ ഭാവി പദ്ധതികൾക്ക് പ്രോഫിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും.